മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ കൈകൾ ദാനം ചെയ്യാൻ പറ്റുകയുള്ളൂ. 2 തരത്തിലുള്ള മരണങ്ങൾ നമുക്ക് ഉണ്ടാവാം. ബ്രെയിൻ ഡെത്ത് ആവണമെന്ന് തന്നെയില്ല. കാർഡിയാക്, നമ്മുടെ ഹൃദയം നിന്ന് പോയിട്ടുള്ള മരണം കാർഡിയാക് ഡെത്ത് എന്ന് പറയും. അങ്ങനെയുള്ളവർക്കും പല അവയവങ്ങളും കൊടുക്കാമെന്ന് ഇപ്പോൾ കണ്ടുപിടിച്ചു. ഞാൻ ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യർ. ഇന്ത്യയിൽ ആദ്യമായി കൈ മാറ്റ ശസ്ത്രക്രിയ നടത്തിയ ടീം ഞങ്ങളുടേതാണ്. അതിനുശേഷം അതിൻ്റെ വിജയത്തിന് ശേഷം ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൈമാറ്റ ശസ്ത്രക്രിയ നടക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകം, ഈ കൈകൾ മാറ്റിവെക്കാനായിട്ട് ഏതോ ഒരു കുടുംബം അന്ന് കൈകൾ തരാനായിട്ട് തയ്യാറായി വന്നു എന്നുള്ളതാണ്. ഏത് കൈമാറ്റ ശസ്ത്രക്രിയയ്ക്കും നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് കൈകൾ ലഭിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ജീവനുള്ളവർക്ക് കൈകൾ കൊടുക്കാൻ പറ്റില്ല. മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ കൈകൾ ദാനം ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഉള്ള ആ അവസ്ഥ എപ്പോഴാണ് ഉണ്ടാകുക? 2 തരത്തിലുള്ള മരണങ്ങൾ നമുക്ക് ഉണ്ടാവാം. അതിൽ ഒന്നാണ് ബ്രെയിൻ ഡെത്ത്, അതായത് ബ്രെയിൻ പ്രവർത്തിക്കുന്നില്ല, പക്ഷേ ഹൃദയം പ്രവർത്തിക്കുന്നു. ഇത് പല സമയങ്ങളിലും നമ്മുടെ ആക്സിഡൻറ്റ് മൂലമുള്ള ബ്രെയിൻ ഡാമേജ് കൊണ്ടാവാം, ഇല്ലെങ്കിൽ ബ്രെയിനിലേക്കുള്ള ബ്ലീഡിങ് കൊണ്ടാവാം. അങ്ങനെ പല കാരണങ്ങളുമുണ്ട്. അങ്ങനെ ഒരു ബ്രെയിൻ ഡെത്ത് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ, ആ സ്ഥിരീകരിക്കുന്നതിനൊരു പ്രത്യേക രീതിയുണ്ട്. ഒരു ഗവൺമെൻറ് തലത്തിൽ തന്നെ വെച്ചിട്ടുള്ള കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ടാണ് സ്ഥിരീകരിക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ അങ്ങനെ സ്ഥിരീകരിക്കപ്പെട്ട ആളുടെ അവയവങ്ങൾ നമുക്ക് എടുത്തു മാറ്റി, അങ്ങനെ ആവശ്യമായിട്ട് ഈ അവയവങ്ങൾ നശിച്ചിട്ട് മരണത്തോട് മല്ലിടുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ കിഡ്നി ഫെയിലിയറായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയറായിട്ട് ഉടനെ തന്നെ മരിക്കും. അങ്ങനെയുള്ള അവസ്ഥയിലുള്ള കുറേ പേർക്ക് ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റും. ഏതൊക്കെ അവയവങ്ങളാണ് നമുക്ക് മാറ്റിക്കൊടുക്കുക? ഒന്ന്, നമുക്ക് ഹൃദയം കൊടുക്കാം, ശ്വാസകോശങ്ങൾ കൊടുക്കാം, അതുപോലെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ഇല്ലെങ്കിൽ കരളാണ് ഏറ്റവും കൂടുതലായിട്ട് എടുക്കുന്നത്, കൈകൾ കൊടുക്കാം. അതുകൂടാതെ ഇതല്ലാതെ നമ്മുടെ മജ്ജ, ഇല്ലെങ്കിൽ തൊലി, എല്ലുകൾ, കൂടാതെ ഏറ്റവും പ്രചാരത്തിലുള്ള നമ്മുടെ കൺപടലം, അതായത് കോർണിയ, നേത്രദാനം, ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് ബ്രെയിൻ ഡെത്ത് ആവണമെന്ന് തന്നെയില്ല. കാർഡിയാക്, നമ്മുടെ ഹൃദയം നിന്ന് പോയിട്ടുള്ള മരണം കാർഡിയാക് ഡെത്ത് എന്ന് പറയും. അങ്ങനെയുള്ളവർക്കും പല അവയവങ്ങളും കൊടുക്കാമെന്ന് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ലോകത്തിൽ വളരെ പ്രചാരത്തിൽ വന്നിട്ടുണ്ട്. ഇന്ത്യയിലും അത് പ്രചാരത്തിലാകുന്നുണ്ട്. ഇതിലേറ്റവും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് നമ്മുടെ ഒരു 8 പേർക്കെങ്കിലും പുതുജീവൻ കൊടുക്കാമെന്നാണ് കാണപ്പെടുന്നത്. ഇങ്ങനെയുള്ള ഈ മഹത്തായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഈ അവയവദാനം. നമുക്ക് ലോകത്തിൽ ഏറ്റവും കൊടുക്കാൻ പറ്റിയ, ഏറ്റവും കൊടുക്കാവുന്ന വലിയൊരു ഗിഫ്റ്റാണ്, സൊസൈറ്റിക്ക് കൊടുക്കാവുന്ന ഗിഫ്റ്റാണ് നമ്മുടെ അവയവങ്ങൾ. ഇങ്ങനെയുള്ളൊരു അവയവദാനത്തിന് എല്ലാവരും മനസ്സുകൊണ്ട് അതുമായിട്ട് അത് നല്ലൊരു കാര്യമാണെന്ന് തീരുമാനിച്ചിട്ട് എന്തെങ്കിലും ഒരു അവസരത്തിൽ അങ്ങനെയൊരു ഇത് വരികയാണെങ്കിൽ അതിന് പൂർണ്ണമായിട്ട് സമ്മതിക്കുക, അതിലോട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് സമൂഹത്തോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ നല്ല കാര്യം.